നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി നഗരമധ്യത്തിൽ അർദ്ധരാത്രിയിൽ നടന്നൊരു കൊലപാതകം. അതും രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ പച്ചാളത്താണ് യുവാവിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പച്ചാളം സ്വദേശിയായ ആൽ ജൂഡാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് സിനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പച്ചാളം SRM ക്രോസ് റോഡിലെ സിനോഷിന്റെ വീടിന്റെ മുകൾ നിലയിലാണ് മൃതദേഹം കണ്ടത്. ഒരുമിച്ച് മദ്യപിക്കുമ്പോഴുണ്ടായ തർക്കത്തെ തുടർന്ന് ഫ്രൈങ് പാൻ കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവിടെ വന്ന് മദ്യപിച്ചു പോകുന്ന ഒരാളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പരിസരവാസികളുടെ പരാതികളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വന്ന് മദ്യപിക്കുകയും അങ്ങനെ ബഹളം ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ ഉണ്ടായത് അറിയില്ല. ഇന്നലെ ഒരാൾക്കാർ 4-5 ആൾക്കാർ ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൈങ് പാനും കാര്യങ്ങളും ഇരിപ്പുണ്ട്. അത് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിരം പ്രശ്നങ്ങൾ പുള്ളി മദ്യപിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. ശല്യം വീടുകളിൽ കയറിയിട്ട് ചെറിയ മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ്. ചെറിയ മാങ്ങോരക്കലും അങ്ങനത്തെ ഒരു ഇതൊക്കെ. പോലീസ് അതിന്റെ ഇൻക്വസ്റ്റ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അതിനിടയിൽ ജൂഡെന്ന് പറയുന്ന ആളെയാണ് ഫ്രൈങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പിടിച്ച് കസ്റ്റഡിയിലുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സുഹൃത്തുക്കളായ ആൽജൂഡും സിനോഷും പതിവായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരാണ്. ഇതുപോലെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, വാക്കുതർക്കമുണ്ടാകും. പക്ഷെ ഇത് ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ കൊലപാതക വിവരം പുറത്തു വന്നത്? ടോമ, ഇരുവരും അത്ര ഒരു നല്ല സാഹചര്യങ്ങളിലുള്ളവരല്ല. ക്രിമിനൽ കേസുകളടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു സംഘമുണ്ട്. അത് പലപ്പോഴും ഈ മദ്യപാനത്തിന് വേണ്ടി കൂടുന്ന ഒരു കൂട്ടമെല്ലാം തന്നെ ഇവർക്കൊപ്പമുണ്ട്. ഇവരുടെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും മോഷണം നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാങ്ങയോ മറ്റു കാര്യങ്ങളോ വീട്ടിൽ കാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ അത് കയറി പറിച്ചുകൊണ്ട് പോരുക, ഞങ്ങളിത് എടുത്തു എന്ന് പറയുക, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുക, ഇത് വിറ്റ് പണം ഉണ്ടാക്കിയിട്ട് അതിന് ആകെ ഒരു ഉദ്ദേശമുള്ളൂ, മദ്യം വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി പണം സ്വരൂപിക്കുക, കുടിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. സിനോഷിൻ്റെ വീടിൻ്റെ, അതായത് ഇയാളുടെ വീട് ഭാഗം കിട്ടിയതാണെന്നാണ് പറയുന്നത്. അതിന് താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ഇതര സംസ്ഥാനക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. മുകളിലാണ് ഇവർ സ്ഥിരം തമ്പടിക്കുന്ന സ്ഥലങ്ങളെന്നെല്ലാം തന്നെ പറയാവുന്ന ഇടങ്ങൾ. അവർ പലപ്പോഴും ഇവരോട് ഒത്തുകൂടുന്നു. അങ്ങനെയുള്ള തർക്കങ്ങളെല്ലാം തന്നെ പതിവ് സാഹചര്യത്തിൽപ്പെട്ടതാണ്. ആളുകൾ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ തർക്കമുറുകയും ഇന്നലെ 2 കൂടുതൽ പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സിനോഷിൻ്റെ മദ്യലഹരി വിട്ടപ്പോൾ പോലീസിനോട് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഫ്രൈങ് പാൻ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ തലക്കടിക്കുകയായിരുന്നു. അയാൾ തൽക്ഷണം മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആ സമയത്ത് ഈ മദ്യലഹരിയിലായിരുന്നു കൊണ്ട് സിനോഷിനും സുഹൃത്തുക്കൾക്കും ഒന്നും മനസ്സിലായില്ല. പിറ്റേന്നും ഇവിടെ ഈ ബഹളങ്ങളുണ്ടായി എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലർ പോലീസിൽ ഇത്തരം വിവരങ്ങൾ, ബഹളം നടന്നു എന്ന വിവരങ്ങൾ അറിയുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അപ്പോഴും ഈ സിനോഷ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് വരുമ്പോൾ അയാൾ പോലീസിനോട് പറയുന്നു, ഇത് താൻ തന്നെ ചെയ്തതാണ്, ഇന്നലത്തെ കുടിയിൽ പറ്റിയതാണ് എന്ന് അയാൾ പോലീസുകാരോട് കുറ്റസമ്മതം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുക്കൾ, പതിവായി കൂടുന്നവർ, അല്ലാത്തവരെല്ലാവരെയും തന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് മാത്രമാണോ കാര്യം, മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും സിനോഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ സുഹൃത്തുക്കളാണ്. ഇവരുടെ ഒരു ജീവിത രീതിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നത് എടുക്കുക, അത് ഉപയോഗിച്ച് അത് വിറ്റോ പണമുണ്ടാക്കുക, തുടർന്ന് മദ്യം വാങ്ങിക്കുക എന്നതാണ്. അവർ അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ അന്വേഷിക്കുമ്പോൾ നാട്ടുകാർ കൊണ്ടുവന്ന് വയ്ക്കുന്ന വേസ്റ്റ്
കൈമാറുന്ന രീതിയുണ്ടല്ലോ, അതെല്ലാം തന്നെ അത് ഇവരെടുത്തിട്ട് ആളുകളോട് പൈസ വാങ്ങിക്കും. പക്ഷെ ഇതെല്ലാം പൊതുനിരത്തിൽ ഉപേക്ഷിക്കുന്നതാണ് ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിലൊരു ഗുണ്ടായിസം രീതിയിലെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തി മുന്നോട്ട് പോകുന്നവരൊക്കെ തന്നെയായിരുന്നു എന്നാണ് പോലീസ് അടക്കം ആ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും അവരുടെ ആ കൂട്ടത്തിൽ, അതായത് ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യം അത് തന്നെയല്ലേ, ഒരു സാമൂഹ്യ വിരുദ്ധരാണ്, നാട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പതിവായി കവർച്ച, മറ്റ് ലഹരി, മദ്യപാനം, അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രണ്ടുപേരാണ് ഈ സുഹൃത്തുക്കള്, ഈ ജൂഡും സിനോഷും. ഒരുപക്ഷെ ഈ ഇവരുടെ ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതല്ലേ ഡാനി? ഇങ്ങനൊരു പതിവായി ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ, നാട്ടുകാർക്കൊരു പതിവായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നവരാണോ രണ്ടുപേരും? രണ്ടുപേരും നാട്ടുകാർക്ക് പതിവായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നവരാണ്, ഒരു സംശയവുമില്ല. കാരണം ആളുകൾ ചുറ്റുപാട് ചോദിക്കുമ്പോൾ രണ്ടുപേരെക്കുറിച്ചും ഈ രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ആ സ്ഥലം കൗൺസിലർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇവരെ കണ്ടു പൊറുതിമുട്ടി എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പലർക്കെതിരെയും ഇത്തരം പരാതികൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നവരാണ്. ഒപ്പം ഇവരുടെ സാഹചര്യങ്ങൾ, മറ്റു ചുറ്റുപാടുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റെയിൽവേ ലൈനോട് ചേർന്നുള്ള ഒരു ഭാഗങ്ങൾ, നേരത്തെ വടുതല പച്ചാളം ഭാഗങ്ങളിലെല്ലാം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലുള്ള ഇടങ്ങളായിട്ട് തന്നെയാണ് നോർത്ത് പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതി ലഹരി മരുന്ന് ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കാരിയർ ആയിരുന്നു എന്ന് എല്ലാം തന്നെ പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ പോലീസ് സ്ഥിരീകരിക്കേണ്ടതാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിനെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് തർക്കത്തിൽ ഒരാൾ മരണപ്പെടുകയാണോ ഉണ്ടായത്, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് DCP ക്രൈം ഉൾപ്പെടെയുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ വരികയും ചെയ്തിരുന്നു. കാരണം നഗരമധ്യത്തിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. നമുക്കറിയാം, ഈ അടുത്തിടെ കൊച്ചിയുടെ ഈ തെരുവിൽ പലപ്പോഴായിട്ട് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മരണങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഇത്തരമൊരു ക്രൈം നടക്കുന്നത്? അതിൽ ലഹരിക്കടിമപ്പെട്ട് ഉള്ളവരാണോ ഇത്തരം തർക്കങ്ങളിലേക്ക് നീങ്ങുകയും പിന്നീട് കൊലപാതകങ്ങളിലേക്ക് ആയിത്തീരുകയെല്ലാം തന്നെ ചെയ്യുന്നതെന്നെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ ഈ സിനോഷിന് മാത്രമാണോ പങ്കുള്ളത്? ഇരുവരും മാത്രമായിരുന്നു ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നതോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടോ? ടോം, മദ്യപിച്ചിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമല്ല, മറ്റ് ചില സുഹൃത്തുക്കൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് സിനോഷിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ പരിസരവാസികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും മാത്രമല്ല ഒത്തുകൂടാറുള്ളത്, മറ്റു ചിലർ കൂടി അവിടേക്ക് എത്താറുണ്ട് എന്നതാണ്. കാരണം ഇത് പണം പിരിച്ച ഒരു കുപ്പി വാങ്ങിച്ച് നടത്തുന്ന പരിപാടിയാണ്. ഒരു കുപ്പി തികച്ച് വാങ്ങിക്കാനായിട്ട് രണ്ടിനും പറ്റാതെ വരുമ്പോഴാണ് കൂടുതൽ പേരുടെ സഹായം തേടുന്നത്. ഏതായാലും അവരെല്ലാവരും കൂടി ചേർത്ത് വെച്ചാണ് ഇത്തരം പലപ്പോഴും മദ്യപാനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സഹകരിച്ച പലരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? സിനോഷ് ഏതാണ്ട് അത്തരം 2 പേരുകൾ കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവർ ഈ തർക്കം മുറുകിയപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കങ്ങൾ, അത് പതിവ് സംഭവങ്ങളാണ്. ചിലപ്പോൾ ഇവർ തന്നെ അതിൻ്റെ ടെറസിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ എല്ലാം കരുതിയാണ് അവർ പലരും, ഈ 2 പേരും നേരത്തെ തന്നെ അവിടെ നിന്ന് പോയി എന്നതെല്ലാം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആധികാരികമായിട്ട് അത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന നടക്കുകയാണ്. ഏതായാലും സിനോഷിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരമധ്യത്തിലാണ് മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. അതിനിടെ ഒരാൾ കൊല്ലപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. 2 പേരും ലഹരിക്കടിമകളാണ്, പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. തുടർച്ചയായി അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുന്നു, മോഷണം നടത്തുന്നു. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന സാമൂഹ്യ വിരുദ്ധരായിരുന്നു ഈ കൊല്ലപ്പെട്ട ജൂഡും കൊലയാളി സിനോഷും. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.